ആടുജീവിതത്തിലെ നജീബെ പ്രവാസികളുടെ ഒരു മാതൃകയാണ്. യഥാർത്ഥ നജീബും അതുവഴി വൈറലായി. പക്ഷെ അതുകൊണ്ടൊന്നും തീരുന്നതല്ല പ്രവാസികളുടെ കഥന. ഒരു ആടുജീവിതത്തിൽ ഒതുങ്ങുന്നത് മാത്രമല്ല, ഇവിടെ നിയമസഹായം കിട്ടാതെ ഇവിടെ ചില അധികാരികളായ സൗദികളുടെയൊക്കെ ദേശത്തിന് പാത്രമായി ഒരുപാട് ജോലി നഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികൾ ഇപ്പോഴും ഉണ്ട്. ഒരുപാട് പോയിട്ടുണ്ട് നാട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ എംബസി ഈ വിഷയത്തിലൊക്കെ ഒരുപാട് പിറകിലാണ്. ഇത് മുമ്പൊക്കെ പറഞ്ഞതാണ്. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, ഒരു നിയമസഹായത്തിന് വേണ്ടിയിട്ട് കേണപേക്ഷിക്കുന്ന എത്രയോ പ്രവാസികളായ മലയാളികളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു സഹായവും കിട്ടാതെ അവസാനം എല്ലാം നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോകുന്ന ഗതികേടിൻ്റെ പര്യായങ്ങളായ ഒരുപാട് പ്രവാസികൾ. ഞാനത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ 3 മാസങ്ങൾക്ക് മുമ്പ് നാട്ടിൽ പോകാനുള്ള ശ്രമം നടത്തി ലീവ് അടിച്ച് ടിക്കറ്റൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്ത് എൻ്റെ പാസ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ പാസ്പോർട്ടിൻ്റെ നമ്മുടെ ഫോട്ടോ ഒട്ടിക്കുന്ന പേജും അതിൻ്റെ മേലെ ലാമിനേഷൻ പേപ്പർ ഉണ്ടാവുമല്ലോ, അത് മറ്റേ പേപ്പറും പേജുമായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നു. ആകെ പേടിച്ചു. ഞാൻ മെല്ലെ തുറക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഒട്ടിപ്പിടിച്ച് കണ്ടപ്പോൾ ഞാൻ തുറക്കാതെ തന്നെ നേരെ അതിൻ്റെ എങ്ങനെ ഇത് നാട്ടിലേക്ക് പോകാൻ പറ്റും ഈ ഒരു പാസ്പോർട്ട് വെച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് ഞാൻ ഷർഫിയയിൽ പോയി മക്തബുകൾ അവിടെയുള്ള ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞത് ഇത് ഡാമേജ് പാസ്പോർട്ടിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുത്തും, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ കോൺസുലേറ്റിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് സംഗതി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു നാട്ടിൽ പോകാൻ തീരുമാനിച്ചാൽ 30 സുഖമിലേക്ക് കിടക്കുകയാണ്, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ലീവ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് എന്തായാലും ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് പോയി നോക്കി, ചിലപ്പോൾ നിങ്ങൾ പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലിക പാസ്പോർട്ട് അതേപോലെ തന്നെ 1 വർഷത്തിനുള്ള പാസ്പോർട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് രേഖകളൊക്കെ കയ്യിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് കോൺസുലേറ്റിൽ പോയി. കോൺസുലേറ്റിൽ ഇതിൻ്റെ ഉത്തരവാദിത്തത്തിലിരിക്കുന്നത് ഒരു മലയാളി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാനവരെ പരാമർശിക്കുന്നില്ല, എല്ലാവർക്കും അറിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ അദ്ദേഹം ബാക്കിയുള്ള പേജും കൂടി പൊളിച്ച് അപ്പോൾ കൂടുതൽ കീറിപ്പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് തരാൻ പറ്റില്ല സാറേ, ഞാനിങ്ങനെ പോകാൻ പെട്ടെന്ന് അത്യാവശ്യമാണ്, എൻ്റെ ഉപ്പാക്ക് സുഖമിലേക്ക് എടുക്കണം, ആ ടിക്കറ്റ് നാളെയാണ്, ഞാൻ ലീവ് അടിച്ചു ടിക്കറ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാം, പക്ഷേ ഒരു രീതിയിലും അദ്ദേഹം കനിഞ്ഞില്ല. അങ്ങനെ അത് പോലീസ് വെരിഫിക്കേഷൻ അയക്കണം, അല്ലാതെ തരാൻ പറ്റില്ല, പുതിയ നിയമം കർശനമാണ്, അതാണ് 1 വർഷത്തെ പാസ്പോർട്ട് ഇന്ന് സാധാരണയൊക്കെ വെരിഫിക്കേഷൻ ചെയ്തിട്ട് നമുക്ക് പാസ്പോർട്ട് തന്നാൽ മതി. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ മുമ്പിലുണ്ടായിട്ട് പോലും അദ്ദേഹം ചെയ്തു തന്നില്ല. അങ്ങനെ വീണ്ടും ഞാൻ 1 മാസത്തോളം ഇവിടെ കാത്തിരിക്കേണ്ടിയിരുന്നു ആ പാസ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, പക്ഷേ നമ്മളാളുകൾ വരെ നമുക്കൊരു സഹായവും ചെയ്യാത്ത ഒരവസ്ഥയിലാണ് ഇവിടെ പല പ്രവാസികളുള്ളത്.